പെമ്പിള്ളേർ എങ്ങനെ ബ്രേക്കപ്പിന് ശേഷം സ്വിച്ച് ഇട്ട പോലെ മൂവ് ഓൺ ചെയ്യുന്നത്? മെഹുന ആരംഭിക്കലാമ. ബ്രോ, പെണ്ണൊരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് ഒരു തീരുമാനം എടുത്ത് അന്ന് രാത്രി ഇരുട്ട് വെളുക്കുമ്പോൾ നിന്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞ് മൂവ് ഓൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവൾ നിന്റെ പിന്നാലെ അല്ല, നിന്റെ ഒപ്പം നടന്നുകൊണ്ടാണ് മൂവ് ഓൺ ചെയ്യുന്നത്. നീ ഇമോഷണലി, ഫിസിക്കലി, ഫിനാൻഷ്യലി വീക്ക് ആണ്. അവൾ ഇനി നിന്റെ അടുത്ത് ഒട്ടും സുരക്ഷിതയല്ല എന്ന് അവൾക്ക് എന്ന് തോന്നുന്നു, അന്ന് അവൾ മൂവ് ഓൺ ചെയ്ത് തുടങ്ങും. 3 സ്റ്റേജുകളായിട്ടാണ് അവൾ മൂവ് ഓൺ ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ അവൾ ശാരീരികമായിട്ട് മൂവ് ഓൺ ചെയ്യും. നിന്നെ നേരിട്ട് കാണാനുള്ള ഇൻട്രസ്റ്റ് അവൾക്ക് ഇല്ലാണ്ടാവും. ഇനി കണ്ടാൽ തന്നെ ഒരു സ്ട്രേഞ്ചറിനോട് എന്ന പോലെ അവളുടെ പെരുമാറ്റം. എപ്പോഴും എന്തെങ്കിലും മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞ് നേരിട്ടുള്ള മീറ്റിംഗ്സ് അവൾ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായി അവൾ മാനസികമായി മൂവ് ഓൺ ചെയ്യും. നിനക്ക് തരുന്ന അറ്റൻഷൻ, സമയം, ഫോൺ കോൾസ്, മെസ്സേജസിന്റെ ഒക്കെ അളവ് കുറഞ്ഞു വരും. നിന്റെ എന്ത് ഇമോഷൻസ് കണ്ടാലും അവൾക്ക് ഒരു വികാരവും കാണില്ല. നീ സങ്കടപ്പെട്ടാലും ദേഷ്യപ്പെട്ടാലും ഒന്നും അവൾക്ക് ഒരു കുലുക്കവും വരില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ അവൾ നിന്റെ അടുത്ത് വൈകാരികമായി മൂവ് ഓൺ ചെയ്യും. അവൾ നിന്റെ അടുത്ത് ചെലവഴിച്ചിരുന്ന സമയം അവൾക്ക് ഒരു ഇമോഷണൽ ഗ്യാപ്പ് ഉണ്ടാക്കും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കൂടുതൽ പേരും നിന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പകരക്കാരനെ ഈ സമയം കണ്ടുപിടിക്കും. ആ പകരക്കാരൻ ജസ്റ്റ് ഫ്രണ്ട് എന്ന പേരിൽ അവളുടെ ഫോണിൽ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവൾ നിനക്ക് ഒത്തിരി ചാൻസസ് തന്നിട്ടുണ്ടാവും. ഇങ്ങനെ പോകാൻ പറ്റില്ല, ഇന്ന കാര്യങ്ങൾ ശരിയാക്കണം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവൾ നിന്നെ ഒരിക്കലും വിട്ടു പോവില്ല എന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത് നീ അതൊന്നും മൈൻഡ് ചെയ്യില്ല. കണ്ടന്മാരായ നമ്മൾ വിചാരിക്കും ഇവൾ എങ്ങനെയാണ് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ മൂവ് ഓൺ ചെയ്ത് പോയെന്ന്. പക്ഷെ അവൾ നിന്റെ അടുത്ത് ബ്രേക്കപ്പ് പറയുന്നതിന് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അവൾ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഈ 3 സ്റ്റേജും കഴിഞ്ഞ് നിന്റെ അടുത്ത് പോയ പെണ്ണ് ഒരിക്കലും പിന്നെ തിരിച്ചു വരികയില്ല. ഇനി നിന്റെ ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാം. ബയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം.